ഹായ് ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആംസിനെ കുറിച്ച് സംസാരിക്കാനാണ്. സോ നമ്മൾ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ഫിസിക് ഉണ്ടെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മസിൽ ഗ്രൂപ്പാണ് ആംസ് എന്ന് പറയുന്നത്. കുറേ പേർക്കെങ്കിലും ഉള്ളൊരു മിസ്കൺസെപ്ഷനാണ് നമുക്ക് കുറച്ച് വലിയൊരു ആംസ് അല്ലെങ്കിൽ കുറച്ച് വലിയൊരു ആം വേണമെങ്കിൽ നമ്മൾ ഇറ്റ്സ് ഹാർഡ് ടു ഗെറ്റ് ദാറ്റ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കങ്ങനെ തോന്നുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റോങ് ആയിട്ടുള്ള മസിൽ ഗ്രൂപ്പിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതാണ്. ആംസ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ബേസിക്കലി ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്സ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിളിന് പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോങ് ആയിട്ടുള്ള മസിൽ ഗ്രൂപ്പിനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബൈസെപ്സ് ഓൺലി മേക്സ് ഓൾമോസ്റ്റ് 30% ഓഫ് യുവർ ആംസ്. അപ്പോൾ ബാക്കി റിമൈനിങ് 65-70% ഓഫ് യുവർ ആംസ് ഇസ് കവേർഡ് ബൈ ട്രൈസെപ്സ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ട്രൈസെപ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ കൂടുതലും ട്രൈസെപ്സ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളൊരു 2 to 3 വീക്സ് അല്ലെങ്കിൽ 4 വീക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഡിഫറൻസ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആംസ് റെഗുലർലി ട്വൈസ് എ വീക്കെങ്കിലും ട്രെയിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ റിക്കവറിയെക്കുറിച്ച്. റിക്കവറി ഫാസ്റ്റായിട്ട് നടക്കുമോ, റിക്കവറി നടക്കാതിരിക്കുമോ ഈ ആംസ് ട്വൈസ് എ വീക്കൊക്കെ ചെയ്യുമ്പോൾ? അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കമ്പയർ ടു അതർ മസിൽ ഗ്രൂപ്പ്സ്, ആംസ് ഇസ് എ സ്മോൾ മസിൽ ഗ്രൂപ്പ്. അതായത് ബയോളജിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ചെസ്റ്റിനെ അല്ലെങ്കിൽ എന്താണ് ലാറ്റ് മസിൽസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആംസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ടുള്ളൊരു മസിലാണ്. സോ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ പ്രോട്ടീൻ ഇൻടേക്കും സ്ലീപ്പ് പീരീഡും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ബുദ്ധിമുട്ട് സ്ട്രെസ് ഔട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ റിക്കവറി പീരീഡും റിക്കവറിയും കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.